ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കപ്പ പറിക്കൽ ചടങ്ങ് തന്നെ നടത്തിയേക്കാം. എല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കപ്പ തടി കണ്ടിട്ട് നല്ല വലുപ്പമുള്ള കപ്പയാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കത് പറിച്ചെടുക്കാം. ഇത് എടുക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാരണം നമ്മുടെ ഈ സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് വീതി കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായത്. വേസ്റ്റ് ഇടാൻ വേണ്ടി നമ്മൾ കെട്ടിയുണ്ടാക്കിയ സ്ഥലം, അവിടെയാണ് ഇത് കുഴിച്ച് വെച്ചത്. അപ്പം നമ്മുടെ ഇച്ചിരി നല്ല സ്പേസ് ഉള്ളിടത്ത് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇച്ചിരി ഒരു പാട്. ഏതായാലും അത് പിടിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കിഴങ്ങ് കിട്ടി, ചെറിയൊരു പീസ് കിട്ടി. മൊത്തത്തിലത് പൊക്കിയെടുക്കാൻ പറ്റിയില്ല. ആയുധങ്ങൾ മാറ്റി മാറ്റി നോക്കുകയാണ്. ആദ്യം അരുവ എടുത്തു, പിന്നെ കൊടലെടുത്തു. വീണ്ടും കുറച്ച് ഡീപ്പ് ആക്ച്വലി. അതിൻ്റെ 3 കിഴങ്ങുകളുണ്ടായിരുന്നു. ഇങ്ങനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റിലോട്ട് പോയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ, മറ്റേത് വേറൊരു ദിവസം പറിക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ അതിൻ്റെ അങ്ങനെ ഓപ്പറേഷൻ സക്സസ്ഫുൾ. നമുക്കത് എടുത്തുകൊണ്ട് പോയി വാഷ് ചെയ്തിട്ട് അടുത്ത പരിപാടി തുടങ്ങാം. തടിയൊക്കെ കാണുമെന്ന്, പക്ഷേ ഒരു തടിയിലായിരുന്നു. നല്ല സോഫ്റ്റായിട്ടാണ് അതിൻ്റെ കിഴങ്ങ്. കുറച്ച് ലേറ്റായിരുന്നു നമ്മൾ പറിച്ചപ്പോഴും. അപ്പോൾ ഞാൻ ഓർത്തത് തടിയാവുമെന്ന്. പക്ഷേ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് പാൽ കപ്പ ഉണ്ടാക്കാം. അടുത്ത് നമുക്ക് തേങ്ങ പൊതിക്കാം. തേങ്ങ പൊതിക്കുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് ഞാൻ നോൺ മലയാളീസായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. നമ്മളെങ്ങനെ തേങ്ങ പൊതിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഒരു 3/4 വേഗമാകുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കണം. വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചേരുവകൾ ആവശ്യമുണ്ട്. ഉള്ളി, കൊച്ചുള്ളി, പച്ചമുളക് അല്ലെ കാന്താരി മുളക്, പിന്നെ വെളുത്തുള്ളി ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെ 2-3 പീസ് ഇട്ടാൽ മതി. അത് നന്നായിട്ട് ചതച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി വയ്ക്കാം. മിക്സിയിലോട്ട് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പാലെടുക്കാം. കപ്പ ഊറ്റിയെടുത്തു. അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, അതിൻ്റെ കൂടെ നമ്മൾ 2-ാം പാല് ചേർക്കുന്നുണ്ട്. അത് നല്ലപോലെ നികക്ക വേണം കറക്റ്റായിട്ട്. അതിൻ്റെ അകത്ത് കിടന്ന് വേണം ഇത് വേകാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാമല്ലോ, അത്രയും പാല് വേണം. നല്ലപോലെ നമ്മൾ അതിൻ്റെ അകത്ത് കിടന്നല്ലേ വേഗത്തുള്ളൂ. പാല് കിടന്ന് വേകണം.
നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് വെന്തു. ഇനിയും നമ്മൾ ചേർക്കേണ്ടത് ഒന്നാം പാലാണ്. ഒന്നാം പാൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ലാസ്റ്റ് പാർട്ടാണ്. നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു അതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിക്കാനുള്ള വത്തൽമുളകും ഉള്ളിയും കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്തതിലോട്ട് ചേർക്കാം. അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ചൊഴിച്ചു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.